ഹംസഫർ. രചന വസീം അക്രം. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. രാത്രിയുടെ രണ്ടായാമത്തിൽ കനത്ത മഴ പെയ്ത് തോർന്നിരുന്നു. നഗരത്തിലെ ഏറ്റവും ആഡംബരമേറിയ ഫ്ളാറ്റ് അതിന്റെ 12ാം നിലയിലെ ആ വലിയ ലിവിംഗ് റൂമിൽ നീല വെളിച്ചം മാത്രം പടർന്നു കിടന്നു. ഭയപ്പെടുത്തുന്ന നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു വയലിൻ നാദം ഉയർന്നു കേട്ടു. കർണാടക സംഗീതത്തിലെ ഭൈരവി രാഗമായിരുന്നത്. പക്ഷെ ആ സംഗീതത്തിന് വശ്യതയേക്കാൾ കൂടുതൽ വന്യതയുണ്ടായിരുന്നു. ഹാളിന്റെ നടുവിൽ ചോരയിൽ കുളിച്ചിടക്കുന്ന ഒരു സ്ത്രീയുടെ മൃതദേഹം. നഗരത്തിലെ പ്രമുഖ വ്യവസായിയായ ശ്രുതിയായിരുന്നത്. ആളുടെ കഴുത്ത് ഒരു വയലിൻ കമ്പി കൊണ്ട് അതിക്രൂരമായി അറുക്കപ്പെട്ടിരുന്നു. മൃതദേഹത്തിന് തൊട്ടടുത്തിരുന്ന് കണ്ണുകളിൽ ഇരുണ്ട കണ്ണട ധരിച്ച് തികച്ചും ശാന്തനായ വയലിൻ വായിക്കുകയായിരുന്നു ദേവനാഥ് വർമ്മ. ജന്മനാ കാഴ്ചയില്ലാത്ത രാജ്യം ആദരിക്കുന്ന പ്രതിഭാശാലിയായ സംഗീത സംവിധായകൻ. പെട്ടെന്നാണ് ആ മുറിയുടെ വാതിൽ തകർത്ത് DYSP വിക്രം സിംഹനും സംഘം അകത്തേക്ക് ഇരച്ചു കയറിയത്. പൗരുഷം തുളുമ്പുന്ന ശരീരപ്രകൃതിയും കടുപ്പമേറിയ കണ്ണുകളുമുള്ള വിക്രം സിംഹൻ ചോരക്കടലിലേക്ക് നോക്കി പല്ലിറങ്ങി. അയാൾ നേരെ നടന്ന് ദേവനാഥ് വർമ്മയുടെ വയലിന്റെ വില്ലിൽ ബലമായി പിടിച്ചു. വയലിൻ നാദം പെട്ടെന്ന് നിലച്ചു. മിസ്റ്റർ ദേവനാഥ്, നിന്നെ ജീവനോളം നിലർത്തിയ നിന്റെ കാമുകിത ഇവിടെ ചോരയിൽ കുളിച്ച് കിടക്കുന്നു. നീ ഇവിടെ ഇരുന്ന് സംഗീതം പൊഴിക്കുന്നു. നിനക്ക് നാണമില്ലേടാ? വിക്രം സിംഹന്റെ ശബ്ദം ആ ഹാളിൽ ഇടിമുഴക്കം പോലെ മുഴങ്ങി. ദേവനാഥ് പതുക്കുന്നതിന്റെ കറുത്ത കണ്ണടി ഒരു മേശപ്പുറത്ത് വെച്ചു. ആ ശൂന്യമായ കണ്ണുകളിൽ ഒരു ഭയവും ഉണ്ടായിരുന്നില്ല. അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, മിസ്റ്റർ DYSP, കാഴ്ചയില്ലാത്ത ഈ ദേവനാഥിന് ശ്രുതിയുടെ ശ്വാസമായി നീ ലോകം കാണിച്ചെന്ന്. ആരോ അവളെ കൊന്നു. ആ ആത്മാവിനോട് വിട പറയാൻ എനിക്ക് എൻ്റെ സംഗീതത്തിന് മാത്രമേ കഴിയൂ. നിങ്ങൾക്ക് എന്നെ സംശയിക്കാം, പക്ഷേ ഇരുട്ടിൽ ജീവിക്കുന്ന എനിക്കൊരൊറ്റ വയലിൻ കമ്പി കൊണ്ട് ഇത്ര കൃത്യമായിട്ട് ഒരാളുടെ കഴുത്തിറങ്ങാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ആ അഭിനയം എൻ്റെ അടുത്ത് വേണ്ട ദേവനാഥ്. ശ്രുതിയുടെ കോടിക്കണക്കിന് രൂപയുടെ ഇൻഷുറൻസ് തുക മുഴുവൻ നിനക്കാ. കൊലപാതകത്തിന് ഉപയോഗിച്ച ഈ വയലിൻ കമ്പി നിന്റേതുവാ. നിന്നെ ഞാൻ അകത്തിടും. അടുത്ത മണിക്കൂറിൽ ദേവനാഥ് വർമ്മ ശ്രുതി വധക്കേസിൽ 1-ാം പ്രതിയെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ദേവനാഥ് വർമ്മയുടെ അറസ്റ്റ് രാജ്യം മുഴുവൻ ചർച്ചയായി. അന്ധനായ ഒരു കലാകാരൻ ഇത്രയും ക്രൂരമായ കൊലപാതകം ചെയ്യുമോ എന്നറിയാൻ കോടതി ആളെ ഒരു മെഡിക്കൽ സൈക്കോളജിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കാൻ ഉത്തരവിട്ടു. അങ്ങനെയാണ് പ്രശസ്ത സൈക്കാട്രിസ്റ്റായ ഡോക്ടർ അരുന്ധതി ഈ കേസിലേക്ക് വരുന്നത്. ഉറച്ച നിലപാടുകളും അതിലേറെ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയായിരുന്നു അരുന്ധതി. സെൻട്രൽ ജയിലിലെ കൗൺസിലിംഗ് റൂമിൽ ഇരുമ്പ് കസേരയിൽ ദേവനാഥ് ഇരിക്കുകയായിരുന്നു. അരുന്ധതി അവന്റെ മുന്നിലേക്ക് വന്നിരുന്നു. മിസ്റ്റർ ദേവനാഥ്, ഞാൻ ഡോക്ടർ അരുന്ധതി. കോടതി നിർദ്ദേശപ്രകാരമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഒരു ഡോക്ടർ എന്നതിലുപരി ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്കൊരു കാര്യം അറിയണം. നിങ്ങൾ ശ്രുതിയെ കൊന്നോ? അത് കേട്ടതും ദേവനാഥ് പതുക്കെ തല ഉയർത്തി. അവന്റെ ചുണ്ടുകളിൽ ഒരു സങ്കടച്ചിരി വിരിഞ്ഞു. അവൻ പതുക്കെ കൈകൾ നീട്ടി അരുന്ധതിയുടെ വിരലുകളിൽ തൊട്ടു. ആ സ്പർശനത്തിൽ ഒരു കാന്തിക ശക്തി ഉണ്ടായിരുന്നു. ഡോക്ടർ, അന്ധനായ ഒരുവന്റെ ശാപമാണ് ഈ ലോകം. ശ്രുതി എന്നെ സ്നേഹിച്ചു, എനിക്ക് ജീവിതം തന്നു. അവളെ കൊല്ലാൻ എനിക്ക് എങ്ങനെ തോന്നും? വിക്രം സിംഹൻ എന്നെ ഒരു മൃഗത്തെ പോലെയാണ് കാണുന്നത്. പക്ഷെ എൻ്റെ മനസ്സൊട്ടറിയാൻ ഈ ലോകത്ത് ആരുമില്ലേ? അവന്റെ കണ്ണുകളിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ അരുന്ധതിയുടെ കൈകളിലേക്ക് വീണു. ആ കണ്ണുനീർ അരുന്ധതിയുടെ ഉള്ളിലച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ഓരോ കൂടിക്കാഴ്ചയിലും ദേവനാഥ് എന്ന വ്യക്തിയോടും അവന്റെ സംഗീതത്തോടും അരുന്ധതിക്ക് അതീവമായ അനുരാഗം തോന്നി തുടങ്ങി. അത് കേവലം സഹതാപമായിരുന്നില്ല, തീവ്രമായ പ്രണയമായിരുന്നു. അവൻ നിരപരാധിയാണെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. ഒരു രാത്രിയിൽ അവൾ അവന്റെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ദേവ്, നീ തെറ്റുകാരനില്ലെന്ന് ഞാൻ ഈ ലോകത്തിനു മുമ്പിൽ തെളിയിക്കും. നിന്റെ വിരലുകൾ സംഗീതം മീട്ടാനുള്ളതാണ്, ചോര പുരട്ടാനുള്ളതല്ല. നിന്നെ ഞാൻ ഈ ജയിലിന്റെ ഇരുട്ടറിൽ നിന്ന് പുറത്തെത്തിക്കും. ഇത് അരുന്ധതിയുടെ വാക്കാണ്. കോടതി മുറി യുദ്ധക്കളമായി മാറി. വിക്രം സിംഹൻ ശേഖരിച്ച ശാസ്ത്രീയ തെളിവുകൾ മുഴുവൻ ദേവനാഥിനെതിരായിരുന്നു. പ്രോസിക്യൂഷൻ ദേവനാഥിനെ ഒരു കൗശൽക്കാരനായ സൈക്കോപാത്തായി ചിത്രീകരിച്ചു. യുവർ ഓണർ, അന്ധത എന്നത് പ്രതിയുടെ ഒരു മറ മാത്രമാണ്. കാഴ്ചയില്ലെങ്കിലും മറ്റിന്ദ്രിയങ്ങൾ ശക്തമായ പ്രതിക്ക് വളരെ കൃത്യമായി കൊലപാതകം നടത്താൻ കഴിയും, പ്രോസിക്യൂട്ടർ വാദിച്ചു. എന്നാൽ പ്രതിഭാഗത്തിന് വേണ്ടി സാക്ഷിപ്പട്ടികയിൽ അടുത്തായി വന്ന് ഡോക്ടർ അരുന്ധതിയായിരുന്നു. ആൾ വളരെ ആത്മവിശ്വാസത്തോടെ കോടതിക്ക് മുന്നിലെത്തി ചില ഡിജിറ്റൽ രേഖകൾ ഹാജരാക്കി. യുവർ ഓണർ, മെഡിക്കൽ റിപ്പോർട്ടുകൾ പ്രകാരം ദേവനാഥിന്റെ കൈവിരലുകളിലെ നാഡികൾ തികച്ചും മൃദുവാണ്. ഒരു മനുഷ്യന്റെ കഴുത്ത് വയലിൻ കമ്പി കൊണ്ട് അറക്കണമെങ്കിൽ കടുത്ത ശാരീരിക ബലം പ്രയോഗിക്കേണ്ടതുണ്ട്. അതിലുപരി കൊലപാതകം നടന്ന കൃത്യം രാത്രി 11 മണിക്ക് ദേവനാഥ് എന്റെ പേഴ്സണൽ സ്റ്റുഡിയോയിൽ ഒരു പുതിയ ഗാനത്തിന്റെ കമ്പോസിംഗിലായിരുന്നു. ഇതാ ആ സമയത്ത് ഓഡിയോ റെക്കോർഡിങ്ങും അതിന്റെ ഡിജിറ്റൽ ടൈം സ്റ്റാമ്പും. അരുന്ധതി സമർപ്പിച്ച ആ ഓഡിയോ ടേപ്പിൽ ദേവനാഥിന്റെ വയലിൻ നാദവും പശ്ചാത്തലത്തിൽ ഒരു ക്ലോക്കിന്റെ ശബ്ദം കൃത്യമായി കേൾക്കാമായിരുന്നു. DYSP വിക്രം സിംഹൻ ദേഷ്യത്തോടെ അരുന്ധതി നോക്കി പല്ലിറുമി. പക്ഷെ ആ ശാസ്ത്രീയ തെളിവിന് മുമ്പിൽ പ്രോസിക്യൂഷൻ തകർന്നുപോയി. കോടതി വിധി പ്രസ്താവിച്ചു. സംശയത്തിന്റെ ആനുകൂല്യം നൽകി ദേവനാഥ് വർമ്മയെ കോടതി കുറ്റക്കാരനില്ലെന്ന് കണ്ട് വെറുതെ വിടുന്നു. ജയിൽ മോചിതനായ ശേഷം ദേവനാഥ് നഗരത്തിന് പുറത്തുള്ള തന്റെ വലിയ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് താമസം മാറി.
ദേവനാഥിന്റെ അഭ്യർത്ഥന പ്രകാരം അരുന്ധതി അവനൊപ്പം ആ ബംഗ്ലാവിലുണ്ടായിരുന്നു. ഒരു രാത്രിയിൽ പുറത്ത് കനത്ത മഴ ഇടിമിന്നലുമുണ്ടായിരുന്നു. ബംഗ്ലാവിന്റെ വലിയ ഹാളിൽ നിന്ന് ദേവനാഥ് വയലിൻ വായിക്കുകയായിരുന്നു. അരുന്ധതി ഒരു കപ്പ് ചായയുമായി അവനരികിലേക്ക് നടന്നു വന്നു. പെട്ടെന്നാണ് അരുന്ധതിയുടെ ഫോൺ ശബ്ദിച്ച് നോക്കിയപ്പോൾ DSP വിക്രം സിംഹനാണ്. ആൾ പതുക്കെ ഫോൺ എടുത്ത് അപ്പുറത്തെ മുറിയിലേക്ക് മാറി. ഡോക്ടർ അരുന്ധതി, നിങ്ങൾ വലിയൊരു കെണിയിലാണ് വീണിരിക്കുന്നത്. ആ ചതിയൻ ദേവനാഥ് നിങ്ങളെ കരുവാക്കുകയായിരുന്നു. വിക്രം സിംഹന്റെ ശബ്ദത്തിൽ വലിയൊരു പരിഭ്രാന്തി ഉണ്ടായിരുന്നു. നിങ്ങൾ എന്താണ് ഈ പറയുന്നത് വിക്രം? കോടതി അവനെ വെറുതെ വിട്ടതാ? അല്ല അരുന്ധതി, നിങ്ങൾ കോടതിയിൽ ഹാജരാക്കിയ ഓഡിയോ ടേപ്പ് ഞങ്ങൾ ഫോറൻസിക് ലാബിൽ വീണ്ടും പരിശോധിച്ചു. അതിൽ കേൾക്കുന്ന ക്ലോക്കിന്റെ ടിക് ടിക് ശബ്ദത്തിന്റെ തരംഗദൈർഘ്യം കൃത്യമല്ല. അതായത് അവൻ കൊലപാതകത്തിന് മുമ്പ് തന്നെ ആ ടേപ്പ് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ചാണ്. അവൻ അന്ധനല്ല അരുന്ധതി. 3 വർഷം മുമ്പ് വിദേശത്ത് വെച്ച് അവന് കാഴ്ച ലഭിച്ചിട്ടുണ്ട്. അവൻ ജനങ്ങളെയും നിയമത്തെയും നിങ്ങളെയും പറ്റിക്കുകയാണ്. അവനൊരു ഭയങ്കരനായ... പെട്ടെന്നൊരു വലിയ ഇടിമിന്നലിൽ ബംഗ്ലാവിന്റെ കറണ്ട് പൂർണ്ണമായി നിലച്ചു. ഫോൺ ലൈൻ കട്ടായി. ജനറേറ്റർ ഓട്ടോമാറ്റിക്കായി ഓണായപ്പോൾ ഹാളിൽ നീല എമർജൻസി വെളിച്ചം മാത്രം പടർന്നു. നീ ആ വിക്രം സിംഹന്റെ ഫോൺ കോളിനായി കാത്തിരിക്കുകയായിരുന്നു അല്ലേ അരുന്ധതി? ഇരുട്ടിൽ നിന്ന് ആ ഗാംഭീര്യമുള്ള ശബ്ദം കേട്ടവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ഹാളിലെ നീല വെളിച്ചത്തിൽ കറുത്ത കണ്ണടയില്ലാതെ തിളങ്ങുന്ന കണ്ണുകളോടെ ദേവനാഥ് വർമ്മ നിൽക്കുന്നു. അവന്റെ ആ നോട്ടത്തിൽ അന്ധതയുടെ യാതൊരു ലക്ഷണവുമില്ലായിരുന്നു. അവന്റെ കൈകളിൽ ആ ചതിയുടെ വയലിൻ വില്ലുണ്ടായിരുന്നു. ദേവ്, നിനക്ക് കാഴ്ചയുണ്ടോ? നീ എന്നെ ചതിക്കുകയായിരുന്നോ? അരുന്ധതിയുടെ ശബ്ദമിടറി. അത് കേട്ട് ദേവനാഥ് ക്രൂരമായി ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ചതിയോ? ഏയ്, ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ചു, അത്രമാത്രം. ശ്രുതിയുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് എനിക്ക് വേണമായിരുന്നു. നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് നിന്നെ പോലൊരു ബുദ്ധിമതിയുടെ സഹായം വേണമായിരുന്നു. നീ എൻ്റെ പ്രണയനാടകത്തിൽ കൃത്യമായി വീണു വന്നു. നമ്മൾ തമ്മിലുള്ള ഈ യാത്ര, ഈ ഹംസഫർ വെറുമൊരു നാടകമായിരുന്നു അരുന്ധതി. അരുന്ധതിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ഒലിച്ചിറങ്ങി. ചതിക്കപ്പെട്ടതിന്റെ വേദനയേക്കാൾ താൻ ജീവനതുല്യം സ്നേഹിച്ച മനുഷ്യൻ ഒരു കൊലയാളിയാണെന്നുള്ള തിരിച്ചറിവാണ് അവളെ തകർത്ത് കളഞ്ഞത്. ദേവ്, ഞാൻ നിന്നെ സ്നേഹിച്ചെന്റെ ആത്മാവ് കൊണ്ടാ. നീ എന്നൊരു കരുമാത്രമാക്കിയില്ലേ? ആൾ വിതുമ്പലോടെ ചോദിച്ചു. സ്നേഹത്തിന് എൻ്റെ ലോകത്ത് സ്ഥാനമില്ല അരുന്ധതി. പക്ഷേ നീ ഈ സത്യം അറിഞ്ഞുപോയി. അതുകൊണ്ട് നീയും ശ്രുതിയുടെ അടുത്തേക്ക് പോകണം. പെട്ടെന്ന് ദേവദാന്ത് മുന്നോട്ട് പാഞ്ഞു വന്ന് അരുന്ധതിയുടെ കഴുത്തിൽ പിടിച്ചമർത്തി. അവൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. അവളവനെ തള്ളി മാറ്റി ഓടി. ആ വലിയ ബംഗ്ലാവിനുള്ളിൽ നീല വെളിച്ചത്തിൽ അവളും ആ കൊലയാളിയും തമ്മിൽ മരണപ്പാച്ചിൽ നടന്നു. ഓട്ടത്തിനിടയിൽ അരുന്ധതി അടുക്കളയിലെത്തി. മേശപ്പുറത്തിരുന്ന ഒരു മൂർച്ചയുള്ള കത്തി കൈക്കലാക്കി പുറകെ വരുന്ന ദേവനാഥ് അവൾ ലിവിംഗ് റൂമിലെ നിലത്തേക്ക് തള്ളിയിട്ടു. അവൻ തന്റെ വയലിൻ കമ്പിയെടുത്ത് അവളുടെ കഴുത്തിൽ മുറുക്കാൻ തുടങ്ങി. അരുന്ധതിയുടെ കാഴ്ച മങ്ങാൻ തുടങ്ങി. മരണത്തിന്റെ അവസാന സെക്കൻഡിൽ അരുന്ധതി തന്റെ ഉള്ളിലെ സകല ശക്തിയും എടുത്ത് കയ്യിലിരുന്ന കത്തി ദേവനാഥിന്റെ 2 കണ്ണിലേക്കും മാറി മാറി ആഴ്ത്തിയിറക്കി. എന്റെ കണ്ണ്! ദേവനാഥ് വേദനയോട് അലറിക്കൊണ്ട് പുറകോട്ട് മറിഞ്ഞു. അവന്റെ കണ്ണുകളിൽ നിന്ന് ചോര ഒലിച്ചിറങ്ങി. അവൻ വീണ്ടും പൂർണ്ണമായി ഇരുട്ടിലേക്ക് വീണു. അന്ധനായി മാറിയ ദേവനാഥ് വേദന കൊണ്ട് പൊളഞ്ഞ് ദിശറിയാതെ ഹാളിലേക്ക് ഓടി. അവൻ നേരെ ചെന്നിടിച്ചത് ഹാളിലെ വലിയ ജാലകത്തിലേക്കായിരുന്നു. ഗ്ലാസ് കഷ്ണങ്ങൾ അവന്റെ നെഞ്ചിലൂടെ തറച്ചു കയറി. അവൻ താഴത്തെ നിലയിലെ വലിയ കോൺക്രീറ്റ് തറയിലേക്ക് വീണു. മഴ പെയ്തു തോർന്ന ആ പുലർച്ചെ സൈറൺ മുഴക്കിക്കൊണ്ട് വിക്രം സിംഹന്റെ പോലീസ് വണ്ടികൾ ആ ബംഗ്ലാവിലേക്ക് പാഞ്ഞെടുത്തു. ഹാളിലെ നീല വെളിച്ചത്തിൽ ചോരപുരണ്ട കത്തിയുമായി ഡോക്ടർ അരുന്ധതി തളർന്നിരിക്കുകയായിരുന്നു. വിക്രം ഓടി അകത്തേക്ക് കയറി. താഴെ ചോരയിൽ കുളിച്ചെടുക്കുന്ന ദേവനാഥിന്റെ ശരീരത്തിലേക്ക് നോക്കിയ ശേഷം അയാൾ അരുന്ധതിയുടെ അരിയിലേക്ക് ചെന്നു. ഡോക്ടർ അരുന്ധതി, നിങ്ങൾ ഓക്കെ അല്ലേ? ഞാൻ ഫോണിൽ പറഞ്ഞിട്ട് നിങ്ങൾ മനസാന്നിധ്യം വീണ്ടെടുത്ത് നന്നായി. അല്ലെങ്കിൽ ഈ സൈക്കോ നിങ്ങളെയും കൊന്നുകളഞ്ഞേനെ. വിക്രം സിംഹൻ ആശ്വാസത്തോടെ പറഞ്ഞു. എന്നാൽ അരുന്ധതി ഒന്നും സംസാരിച്ചില്ല. ആളൊരു യന്ത്രം പോലെ എഴുന്നേറ്റു. എന്നിട്ട് വിക്രം സിംഹന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. പതുക്കെ ചിരിച്ചു. ആ ചിരിയിൽ ഒരു വല്ലാത്ത ഭാവമുണ്ടായിരുന്നു. വിക്രം, നിങ്ങൾ വൈകിപ്പോയി, അരുന്ധതി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. എന്ത് വൈകിപ്പോയെന്ന് വിക്രം മനസ്സിലാവാതെ ചോദിച്ചു. അരുന്ധതി തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ ഡിജിറ്റൽ വോയിസ് റെക്കോർഡ് എടുത്ത് വിക്രമിന്റെ കയ്യിൽ കൊടുത്തു. വിക്രം അത് പ്ലേ ചെയ്തു. അതിൽ കേട്ട ശബ്ദം വിക്രമിനെ ഞെട്ടിച്ചു കളഞ്ഞു. അത് ദേവനാഥും അരുന്ധതിയും തമ്മിൽ അടുക്കളയിൽ വെച്ച് നടന്ന സംഭാഷണമായിരുന്നു. അരുന്ധതി, എനിക്ക് ആഴ്ചയുണ്ടെന്ന കാര്യം വിക്രമസിംഹൻ കണ്ടെത്തി. അവനിപ്പോൾ ഇങ്ങോട്ട് വരും, എന്നെ അറസ്റ്റ് ചെയ്യും. പക്ഷെ എനിക്ക് നിന്നെ പിരിഞ്ഞ് ജയിലിൽ പോകാൻ കഴിയില്ല. നീ എന്നെ രക്ഷിക്കില്ലേ? ദേവ്, നീ ശ്രുതിയെ കൊന്നു എന്ന് വിക്രം പറയുന്നു, അത് സത്യമാണോ? അല്ല അരുന്ധതി, ശ്രുതിയെ കൊന്ന വിക്രം സിംഹൻ തന്നെയാ. അവളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ വിക്രം ചെയ്താണത്. എന്നെ അന്ധനാക്കിയതും പണ്ട് വിക്രം തന്നെയാണ്. ഇപ്പൊ അവൻ ആ കുറ്റന്റെ മേൽ കെട്ടിവെക്കുന്നു. അവനെന്നെ കൊല്ലു അരുന്ധതി. എനിക്ക് കാഴ്ചയുണ്ടെന്ന് അവൻ അറിഞ്ഞു. ഇനി അവൻ എന്നെ ജീവനോടെ വിടില്ല. എന്നെ രക്ഷിക്ക്. വോയിസ് റെക്കോർഡ് പെട്ടെന്ന് ഓഫായി. വിക്രം സിംഹന്റെ മുഖത്തെ ചോരയൊലിപ്പോ ആത്മവിശ്വാസവും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി. അയാൾ ഭയത്തോടെ അരുന്ധതിയെ നോക്കി. അരുന്ധതി, ഇതവൻ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കള്ളാ. ഞാനല്ല ശ്രുതിയെ കൊന്ന്. അവൻ നിങ്ങൾ ഉപയോഗിച്ച് എന്നെ കൊടുക്കാൻ. വിക്രം സിംഹൻ വിക്കി.
അരുന്ധതി വിക്രമിന് നേരെ ഒരു ചൂട് മുന്നോട്ട് വെച്ചു. ആളുടെ കണ്ണുകളിൽ ഇപ്പോൾ കണ്ണീരിലായിരുന്നു, പകരം കനൽ ജ്വാലയായിരുന്നു. വിക്രം, നീ പറഞ്ഞാണ് കള്ളം. നീ ഫോണിനോട് പറഞ്ഞ ആ ഫോറൻസിക് ലാബ് റിപ്പോർട്ട് കള്ളമായിരുന്നു. കാരണം കോടതി കേസ് തീർപ്പാക്കിയ ഒരു ഫയല് ഫോറൻസിക് ലാബിൽ വീണ്ടും പരിശോധിക്കണമെങ്കിൽ DGP റാങ്കിലുള്ള ഓഫീസറുടെ ഒപ്പ് വേണം. നീ ഒന്നിനും കാത്തിരിക്കാൻ നേരം ഇങ്ങോട്ട് പാഞ്ഞു വന്ന് ദേവനെ തീർക്കാനായിരുന്നു. ദേവനോട് സത്യം പറയുമെന്ന് നീ ഭയന്നു. വിക്രം തന്നെ പോക്കറ്റിലെ തോക്കിലേക്ക് കൈവെക്കാൻ തുടങ്ങി. പക്ഷെ അതിനുമുമ്പ് ബംഗ്ലാവിന്റെ വാതിലേക്ക് മറ്റൊരു വലിയ പോലീസ് സംഘം ഇരച്ചു കയറി. അതിന് നേതൃത്വം നൽകിയ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്നു. അരുന്ധതി കമ്മീഷൻ നോക്കി പറഞ്ഞു, വിക്രം സിംഹൻ എന്നെ വിളിച്ച ഉടൻ തന്നെ ഞാൻ ഈ വോയിസ് റെക്കോർഡ് കമ്മീഷൻ ഓഫീസിൽ ലൈവ് ഫീഡിലേക്ക് കണക്ട് ചെയ്തിരുന്നു. വിക്രം സിംഹൻ ശ്രുതിയെ ഭീഷണിപ്പെടുത്തുന്നതിന്റെയും ദേവനാഥിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിന്റെ എല്ലാ തെളിവുകളും ദേവന്റെ വീട്ടിലെ രഹസ്യ ക്യാമറയിലുണ്ട്. ദേവൻ അന്ധനായിട്ട് അഭിനയിച്ച വിക്രമിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമായിരുന്നു. വിക്രം സിംഹൻ തലയിൽ കൈവച്ച് തറയിലേക്ക് ഇരുന്നു. സ്വന്തം ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥൻ തന്നെ വിക്രമിനെ കൈകളിൽ വിലങ്ങ് വെച്ചു. പോലീസ് വിക്രമിനെ കൊണ്ടുപോയതിനു ശേഷം അരുന്ധതി പതുക്കെ ബംഗ്ലാവിന് പുറത്തേക്ക് നടന്നു. മുറ്റത്ത് ചോരയിൽ കുളിച്ചിടക്കുന്ന ദേവനാഥിന്റെ മൃതദേഹത്തിനരികിൽ അവൾ മുട്ടൂത്തിയിരുന്നു. അവൾ കത്തിയെടുത്ത് അവന്റെ കണ്ണുകളിൽ കുത്തിയത് വിക്രം സിംഹന് മുന്നിൽ ഒരു ആത്മരക്ഷാർത്ഥം നടന്ന കൊലപാതകമായി വരുത്തി തീർക്കാനും വിക്രമിനെ പൂർണ്ണമായി കെണിയിൽപ്പെടുത്താനും വേണ്ടി ദേവനാഥ് തന്നെ അവളോട് ആവശ്യപ്പെട്ടതായിരുന്നു. സ്വന്തം ജീവൻ നൽകി താൻ സ്നേഹിച്ച സ്ത്രീയെ വിക്രമിന്റെ ക്രൂരതയിൽ നിന്ന് രക്ഷിക്കാൻ ദേവനാഥ് തെരഞ്ഞെടുത്ത വഴിയായിരുന്നു അത്. അരുന്ധതി ദേവനാഥിന്റെ ചലനമറ്റ കൈകൾ തന്റെ കൈക്കുള്ളിലാക്കി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവന്റെ വിരലുകളിൽ ഇപ്പോഴും ആ സംഗീതത്തിന്റെ ചൂടുണ്ടായിരുന്നു. ആൾ അവനെ നെറ്റിയിൽ പതുക്കെ ചുംബിച്ചു. നമ്മുടെ യാത്ര ഇവിടെ തീരുന്നില്ല ദേവ്. നീ ജയിലറയിലെ ഇരുട്ടിൽ എൻ്റെ കൈ പിടിച്ചപ്പോൾ മുതൽ ഞാൻ നിന്റെ ഹംസഫറാണ്. ഈ ജന്മത്തിൽ വിധി നമ്മളെ തോൽപ്പിച്ചിരിക്കാം. പക്ഷേ ഇനി വരാനിരിക്കുന്ന ലോകത്ത് നിന്റെ വയലിനാഥിനൊപ്പം ഈ അരുന്ധതി ഉണ്ടാവും. പറഞ്ഞുകൊണ്ട് അവൾ പതുക്കെ എഴുന്നേറ്റ് പോലീസ് വണ്ടിയിലേക്ക് നടന്നു പോകുമ്പോൾ ആകാശത്ത് വീണ്ടും കാർമേഘങ്ങൾ ഉരുണ്ട് കൂടുന്നുണ്ടായിരുന്നു. ആളുടെ മനസ്സിൽ ദേവനാഥ് പണ്ട് വായിച്ച ആ ഭൈരവീരാഗം വിങ്ങലായി അപ്പോഴും പെയ്തുകൊണ്ടേയിരുന്നു.